അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് പ്രൈം നമ്പറിനെ കുറിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 2, 3, 5, 7, 11, 13, 17, 19, 23, 29, 31. പക്ഷേ ഇതിൽ ഞാൻ 2 നമ്പർ കൂട്ടി, കാരണം ഞാൻ 23 വരെ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ. ഇതിൽ 23 കഴിഞ്ഞ് 29, 31 ഉണ്ട്. ഓക്കെ, അതെന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 4 നമ്പർ കൂട്ടുമ്പോൾ നമുക്ക് ഈ പ്രൈം നമ്പറിൽ വരണമല്ലോ. അപ്പോൾ 4 നമ്പർ ഏറ്റവും വലിയ നമ്പർ ഏതാണ്? 4 നമ്പറിൽ 4 9 ആണ്. ഈ 4 9 കൂട്ടുമ്പോൾ എന്തായാലും 36 വരെ വരും, 36 വരെ കിട്ടുന്നുണ്ട്. അപ്പോൾ 36ന് താഴെയുള്ള പ്രൈം നമ്പറുകൾ 31 വരെ എന്തായാലും വരും. അതാണ് ഞാൻ 23 കഴിഞ്ഞ് 29 പിന്നെ 31 അവിടെ ഇട്ടത്. അപ്പോൾ ഈ നമ്പറുകളും കൂടി നമുക്ക് ആഡ് ചെയ്തിട്ട്, അതായത് 29ഉം 31 കൂടി ഞാൻ നാളെ പറഞ്ഞ പ്രൈം നമ്പറിൽ ആഡ് ചെയ്തിട്ട് ഈ പ്രൈം നമ്പറുകൾ മൊത്തം നോട്ട് ചെയ്ത് വയ്ക്കാം. അതിനുശേഷം ഒരു 4 അക്ക നമ്പറുകൾ ഞാൻ നാളെ പറഞ്ഞിട്ടുണ്ടെങ്കിലും പ്രൈം നമ്പറുകൾ 4 നമ്പറും കൂട്ടുമ്പോൾ പ്രൈം നമ്പറുകൾ വരുന്ന ഒരുപാട് നമ്പറുകൾ അടിച്ചു പോകുന്നുണ്ട്. നമുക്കൊരു നമ്പർ കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ 46 16 എന്ന് പറഞ്ഞൊരു നമ്പർ, അതൊന്ന് കൂട്ടിക്കഴിഞ്ഞാൽ അറിയാം. 46 16 കൂട്ടിക്കഴിഞ്ഞാൽ 6 12 4 16 17 കണ്ട, അവിടെ ടോട്ടലായിട്ട് കൂട്ടുമ്പോൾ 17ആണ് വരുന്നത്. അങ്ങനെ എന്താ പറയുക, പ്രൈം നമ്പറിലേക്ക് എത്തുന്ന നമ്പറുകൾ ഒരുപാട് വരുന്നുണ്ട് പ്രൈസ്. ഇപ്പോൾ 24 67, 24 67, 6 4 10 2 12 7 19 ഒരു പ്രൈം നമ്പറാണ്. അപ്പോൾ നിങ്ങൾ ഈ 4 നമ്പറും കൂട്ടുമ്പോൾ ഞാൻ 31 വരെയുള്ള പ്രൈം നമ്പറുകളിലേക്ക് എത്തുന്ന രീതിയിലൊക്കെ നിങ്ങളൊന്ന് നോക്കി നോക്ക്. ഓക്കെ, അത് ഒരുപാട് പ്രൈസുകൾ അങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ അങ്ങനെ പ്രൈസ് വന്ന നമ്പറുകൾ നെക്സ്റ്റ് പ്രൈസ് വരാൻ സാധ്യതയുള്ള ബ്ലോക്കുകൾ കണ്ടെത്താൻ പറ്റും. അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ 2-3 ചാൻസ് കിട്ടുന്ന ബ്ലോക്കും വരുന്നുണ്ട്. അതായത് ഇപ്പോൾ ഒരു നമ്പർ ഇപ്പോൾ 17ൻ്റെ നമ്പർ തന്നെ 46 16 അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു നമ്പർ അടിച്ചു 17ൻ്റെ നമ്പർ 46 16 അതന്നെ ആയിക്കോട്ടെ. അത് 6 12 4 16 17. അപ്പോൾ അത് 17ൻ്റെ നമ്പറാണ്. 17 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പർ ഏതാ? 17 കഴിഞ്ഞാൽ 18 19 ആണ്. അവിടെ രണ്ടിനൊരു ചാൻസ് ഉണ്ട്. ആ 2 നോട്ട് ചെയ്ത് വയ്ക്കുക. 17 കഴിഞ്ഞാൽ 18 19, 19 കഴിഞ്ഞാൽ 20 21 22 23. അപ്പോൾ അവിടെ 6 വന്നു. 23 കഴിഞ്ഞാൽ 24 25 26 27 ഇല്ല, 2 നമ്പറുള്ളൂ. അതായത് അവിടെ കഴിഞ്ഞു, 29ലേക്ക് എത്തുന്നില്ല. അപ്പോൾ അവിടെ 2നും 6നും ഒരു ചാൻസ് ഉണ്ട്. അതെങ്ങനെയാണ് വരുന്നത്? 46 16 അടിച്ചു എന്ന് വിചാരിക്കുക. ആ 4 നമ്പറും കൂട്ടുമ്പോൾ 17ആണ്. അപ്പോൾ ആ 17 കഴിഞ്ഞാൽ നെക്സ്റ്റ് പ്രൈം നമ്പറിലേക്ക് നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ പറഞ്ഞ പോലെ 2ഉം കിട്ടിയിട്ടുണ്ട് 6ഉം കിട്ടിയിട്ടുണ്ട്. ഇതിൽ ഈ 2ഉം 6ഉം എങ്ങനെ ബ്ലോക്കായി വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 46 16ൻ്റെ 16 എന്നുള്ള ആ ലാസ്റ്റ് നമ്പർ 16 എടുക്കുക. ആ 16ലാണ് ഈ 2ഉം 6ഉം പിന്നെ വരുന്നത്. 16 60ൻ്റെ ബ്ലോക്ക്, 16 20ൻ്റെ ബ്ലോക്ക്. മനസ്സിലല്ലേ? ഇവിടെ 2 ബ്ലോക്കിന് സാധ്യതയില്ല, ചാൻസ് ഉണ്ട്, അങ്ങനെ വരുന്നുണ്ട്. നിങ്ങളങ്ങനെ നോക്കി നോക്കും. 16 20ൻ്റെ ബ്ലോക്ക് വന്നിട്ട് ഇപ്പോൾ 16 21 അടിച്ചപ്പോൾ ഞാൻ നോക്കിയപ്പോൾ പിന്നെ ഇപ്പോൾ അന്നത്തെ ദിവസം തന്നെ നമുക്കങ്ങനെ ചാൻസ് കിട്ടി. നമ്മളങ്ങനെ നോക്കി അന്നത്തെ ദിവസം തന്നെ 16 20ൻ്റെ ബ്ലോക്ക് അടിച്ചിട്ടുണ്ട്. അതിൽ എത്ര ആയാലും കുഴപ്പമില്ല. 16 22 16 23 എത്ര അടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ ആ 2 മാറിയിട്ട് അവിടെ 6ആണ് വരുന്നത്. കാരണം ഇവിടെ 2 ചാൻസ് കിട്ടിയിട്ടുണ്ട് നമുക്ക്. 16 20ൻ്റെ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്, 16 60ൻ്റെ ബ്ലോക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 16 20 എത്രയെങ്കിലും അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പിന്നെ 16 60ൻ്റെ ബ്ലോക്കായിട്ടാണ് കയറി അടിക്കുന്നത്. അത് നിങ്ങൾ നോക്കി നോക്കുക, അങ്ങനെ വരുന്നുണ്ട്. ഇവിടെ 2 ചാൻസ് കിട്ടുമ്പോൾ. ഓക്കെ, അതേസമയം ചില നമ്പറുകളിൽ 3 ചാൻസ് കിട്ടും. ഇപ്പോൾ ഒരു നമ്പർ കൂട്ടുമ്പോൾ 11 കിട്ടിയെന്ന് വിചാരിക്കുക. ഒരു നമ്പർ 4 നമ്പർ അടിച്ചിട്ടുണ്ട്, 11ൻ്റെ ഒരു 4 നമ്പർ അടിച്ചിട്ടുണ്ട്. അപ്പോൾ 11ആണ് മൊത്തം കൂട്ടുമ്പോൾ. 11 കഴിഞ്ഞാൽ 12 13 വേണ്ട, അവിടെ 2ആണ് അടുത്തത് 13ന്. 13 കഴിഞ്ഞാൽ 14 15 16 17 6 വന്നു, 18 19 അവിടെ 8 വന്നു. 3 ബ്ലോക്കിന് ചാൻസ് കിട്ടി. അതായത് 2 6 8. അതായത് 11ൻ്റെ ഒരു പ്രൈം നമ്പർ അടിച്ചു കഴിഞ്ഞാൽ അവിടെ ആ അടിച്ചിട്ടുള്ള ലാസ്റ്റ് 2 നമ്പറിൻ്റെ കൂടെ വരുന്നത് എത്രയാണോ 3 ബ്ലോക്കുകളാണ് അവിടെ ചാൻസ് വരുന്നത്. അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇങ്ങനെ അടിച്ച് പോകുന്നുണ്ട്. ഓക്കെ, അതേസമയം 19 നിങ്ങൾ ഭയങ്കരമായിട്ട് നോട്ട് ചെയ്ത് വെച്ചോ. എന്താ കാരണം എന്ന് വെച്ചാൽ അവിടെ ഒറ്റ ചാൻസേ വരുന്നുള്ളൂ. ഇങ്ങനെ ഒറ്റ ചാൻസ് വരുന്ന ആ ഒരു ബ്ലോക്ക് ഉണ്ടല്ലോ, നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എന്തായാലും അവനെ പിടിക്കാൻ പറ്റും. മനസ്സിലായില്ല? അതെങ്ങനെയാണ്? ഇത് ഈ പറഞ്ഞ പോലെ 2-3 ബ്ലോക്കും 2 ചാൻസ് 3 ചാൻസ് കിട്ടുന്ന ബ്ലോക്കുകൾ വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ, കുഴപ്പമില്ല. പക്ഷേ 19 എന്ന് പറഞ്ഞാൽ ആ ഒരു നമ്പർ പ്രൈം നമ്പർ 4 നമ്പറും കൂട്ടുമ്പോൾ 19ആണ് കിട്ടുന്നതെങ്കിൽ ആ ഒരു നമ്പർ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോ. അതെങ്ങനെയാണ് ബ്ലോക്ക് വരുന്നത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഇപ്പോൾ 24 67 അടിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. അടിച്ച് പോയൊരു നമ്പറാണ് 24 67. 6 4 10 10 7 17 2 19. ഇങ്ങനെ കിട്ടുന്ന നമ്പറുകളിൽ 24 67. അപ്പോൾ നമുക്ക് ആ 67ആണ് നമ്മൾ എടുത്ത് വയ്ക്കുന്നത്. എന്നിട്ട് 19 കഴിഞ്ഞാൽ അവിടെ ഒറ്റ ചാൻസേ വരുന്നുള്ളൂ.
19 കഴിഞ്ഞാൽ 20, 21, 22, 23. 4-നാണ് ചാൻസ് വരുന്നത്. പിന്നെ അവിടെ നിന്ന് ചാൻസ് ഇല്ല. നോക്കിയോ, 23 കഴിഞ്ഞ് 24, 25, 26, 27, 28, 29. കാരണം 10 വിരലും കഴിഞ്ഞ് പോയി പ്രൈം നമ്പറിലേക്ക് എത്തുമ്പോൾ. 29ആണല്ലോ പിന്നത്തെ പ്രൈം നമ്പർ, 23, 29 അല്ലേ. അപ്പോൾ അവിടെ 4 മാത്രമേ കിട്ടുന്നുള്ളൂ. 19ൻ്റെ ഏത് നമ്പർ അടിച്ചാലും അവിടെ ഒരേ ഒരു നമ്പറെ ചാൻസ് ആയിട്ട് വരുന്നുള്ളൂ. അത് ഞാൻ നോട്ട് ചെയ്ത് വെച്ചൊരു കാര്യമാണ്. മനസ്സിലായില്ല? അപ്പോൾ 4 നമ്പർ കൂട്ടുമ്പോൾ 19 കിട്ടുന്ന നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക. അതിൽ എന്തായാലും ഒരു നമ്പറിനാവും ചാൻസ് 4-നായിരിക്കും. ആ 4ആണ് പിന്നീട് ഇപ്പോൾ 24, 67 അടിച്ചു. അപ്പോൾ 6704 അല്ലെങ്കിൽ 6740 ബ്ലോക്ക് അടി വരാൻ സാധ്യതയുണ്ട്. അത് ഞാൻ നോക്കിയപ്പോൾ പിറ്റേ ദിവസം തന്നെ 6743 അടിച്ചു 5000-ൽ. അപ്പോൾ ഇതെങ്ങനെ വന്നു എന്നുള്ളത് ഞാൻ നോക്കിയപ്പോൾ നമുക്ക് 2 ചാൻസാണ് കിട്ടുന്നത്. അതായത് 67 ബ്ലോക്കും 6740 ബ്ലോക്കാണ്. അപ്പോൾ ഞാൻ അന്നത്തെ ദിവസം തന്നെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ 24, 67 അടിച്ച അന്നത്തെ റിസൾട്ടിൽ തന്നെ 6703 100-ലടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ 6703 അടിച്ചെടുക്കുന്നതുകൊണ്ട് നമ്മുടെ ചാൻസ് ഏതാ? 6740 ബ്ലോക്കാണ്. ആ 0 നൈസായിട്ടൊന്ന് മാറിയിട്ട് അവിടെ 4 വന്നു. മനസ്സിലായില്ലേ? അതായത് ഈ 0 എന്ന് പറയുന്നത് ഒരു ലോക്ക് പോലെയാണ്. ഞാൻ ഒട്ടുമിക്ക സ്ഥലത്തും ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ്, 0 ഒരു ലോക്കിട്ട പോലെയാണ്. ആ 0 വന്നു കഴിഞ്ഞാൽ അവിടെ ബാക്കിയുള്ള നമ്പറൊക്കെ പിറ്റേ ദിവസമൊക്കെ വരുന്നുണ്ട്. ആ 0 മാറിയിട്ട് അവിടെ ഏത് നമ്പറാണ് വരുന്നത് എന്നൊരു പിടുത്തം കിട്ടുന്നില്ല. പല സ്ഥലത്തും പല നമ്പറുകളാവും വരിക. അപ്പം നമുക്ക് ഇങ്ങനെ ഒരു ചാൻസ് ഞാൻ നോക്കിയപ്പോൾ കണ്ടു. ഇപ്പോൾ 2507 അടിച്ച് കഴിഞ്ഞപ്പോൾ 2547 അടിച്ചു. ആ 0 മാറി അവിടെ 4ആണ് വരുന്നത്. അതിനെന്തെങ്കിലും ഒരു കാരണം ഉണ്ടാവും. ആ കാരണം ഇതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അത് ഞാൻ ഒരുപാട് നമ്പറുകളിൽ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഇങ്ങനെ 0 വരുമ്പോൾ ഇത് കിട്ടുന്ന നമ്പറുകൾ മാറി അടിക്കുന്നത് ഇങ്ങനെയാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ കിട്ടുന്ന 3 ബ്ലോക്ക് കിട്ടുന്നില്ല, അതിലേക്ക് ഒരു 0 വന്നാലും നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. ഇപ്പോൾ എന്താ പറയുക, അപ്പോൾ അന്നത്തെ ദിവസം 6703 അടിച്ചപ്പോൾ ആ 0 മാറിയിട്ട് അവിടെ 43. അവിടെ ഒറ്റ ചാൻസേ ഉള്ളൂ 6740 ബ്ലോക്ക് വരണം. അത് അവിടെ 43 ആയിട്ട് അടിച്ചു, 6743. അപ്പോൾ ഞാനിതുപോലെ വരണം നോക്കിയപ്പോൾ 46 അടിച്ചിട്ടുണ്ട്. 46 16 എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ 46 16 6 6 12 4 16 17 17ൻ്റെ ബ്ലോക്കാണ്, 17ൻ്റെ നമ്പറാണ്. അപ്പോൾ 17ൻ്റെ നമ്പർ ആകുമ്പോൾ 17 കഴിഞ്ഞാൽ 18 19 2 ഓക്കെ, 20 21 22 23 6 23 24 25 26 27 ഇല്ല, അവിടെ ഒന്നുമില്ല, പിന്നില്ല. അപ്പോൾ 2 മാറും. അപ്പം നമ്മൾ 46 16 അടിച്ച് കഴിഞ്ഞാൽ 16 എടുത്തിട്ട് അവിടെ 20ൻ്റെ ബ്ലോക്കും 16 20ൻ്റെ ബ്ലോക്കും 16 60ൻ്റെ ബ്ലോക്കാണ്. പിറ്റേ ദിവസം 16 64 അടിച്ചിട്ടുണ്ട്. കാരണം അവിടെ സാധ്യത 46 16 എന്നുള്ള നമ്പറിനെ റൊട്ടേറ്റ് ചെയ്ത് അടിച്ചിട്ടുള്ളതാണ്, സാരമില്ല. പക്ഷേ 16 21 അന്നത്തെ ദിവസം അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും 16 61 അടിക്കാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ നോട്ട് ചെയ്ത് വെച്ചു. അതുപോലെ 16 09 അടിച്ചിട്ടുണ്ടായിരുന്നു. അതും നമ്മൾ എന്ത് ചെയ്ത്, ഒന്നില്ലെങ്കിൽ 16 29 അല്ലെങ്കിൽ 16 69. കാരണം 0 നമുക്ക് കിട്ടി 2 അല്ലെങ്കിൽ 6 മാറും. അതും ഞാൻ നോട്ട് ചെയ്ത് വെച്ചു. കറക്റ്റായിട്ട് 16 61 വന്നു, 16 69 വന്നു. 16 21 അന്നത്തെ 100-ൽ അടിച്ച് കിടക്കുന്നത് കൊണ്ട് 16 29 ഇനി വരാനുള്ളത്. അത് ഞാൻ നോക്കിയപ്പോൾ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് ചാൻസ് കണ്ടെത്താൻ ഒരു 0-നെ നമ്മൾ നമ്മുടേതായ രീതിയിലേക്ക് മാറ്റി ലോക്ക് പോലെ മാറ്റി അടുത്ത നമ്പർ അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്ത് വരുന്ന ആക്കി മാറ്റാൻ പറ്റും ഈ ഒരു ഐഡിയയിൽ. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്ക്. കൂടുതലും 19 വരുന്ന 4 നമ്പർ കൂട്ടുമ്പോൾ 19 കിട്ടുകയാണെങ്കിൽ അതിലാണ് ഏറ്റവും കൂടുതൽ. കാരണം ഒരു ചാൻസ് അവിടെ കിട്ടുന്നുള്ളൂ. അപ്പോൾ ആ ഒരു ചാൻസ് മിക്കപ്പോഴും വരുന്നുണ്ട്. ചില നമ്പറുകൾ 3 4 ചാൻസ് വരുമ്പോൾ അത് ഇങ്ങനെ 1984 അങ്ങനെ കിട്ടിയൊരു ചാൻസ് ആയിരുന്നു. ഞാൻ നോക്കിയപ്പോൾ 1984 അത് ഈ ആഴ്ച നമ്മൾ നോക്കി വന്നില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുന്നുള്ളൂ. അതുകൂടി ശ്രദ്ധിക്കുക. ഈ ആഴ്ച നമ്മൾ നോക്കി നാളത്തെ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അത് എന്തായാലും അടുത്ത ആഴ്ച ഇത് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കുക. അപ്പോൾ അടുത്ത ആഴ്ച ഒരു നമ്പർ സെലക്ട് ചെയ്ത് എഴുതി വയ്ക്കുക. അതിനുശേഷം ആ നമ്പറുകൾ നോട്ട് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടാതിരിക്കില്ല പ്രൈസ്. അതായത് നമ്മൾ ശ്രദ്ധിക്കണം, ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല. അപ്പോൾ അതങ്ങനെ നോട്ട് ചെയ്ത് നമുക്കൊരു എഴുതി കഴിഞ്ഞാൽ എഴുതി വയ്ക്കുക. ഇതിൽ 11ൻ്റെ ഒരു നമ്പർ സുവർണ കേരളത്തിൽ 11-ാം തീയതി വരെ എൻ്റെ റിസൾട്ട് ഉള്ളൂ, 11 വരെ ഉള്ള റിസൾട്ട്. അപ്പോൾ 11-ാം തീയതിയിൽ അടിച്ചിട്ടുള്ള 1271 ആ 4 നമ്പറും കൂട്ടുമ്പോൾ 7 3 10 ലാസ്റ്റിൽ 1 കൂടി നോക്കുമ്പോൾ 11ആണ്. അപ്പോൾ അതൊരു പ്രൈം നമ്പറാണ്. 11ൽ വന്നിട്ടുള്ള 1271. ഇവിടെ നമ്മൾ എടുക്കേണ്ട നമ്പർ 71ആണ്. ആ 71 നമ്മൾ എടുക്കുന്നു, പിന്നെ അവിടെ വയ്ക്കുക. 71 എടുത്ത് അവിടെ വയ്ക്കുക. 11 കഴിഞ്ഞിട്ടുള്ള പ്രൈം നമ്പറിലേക്ക് നമ്മൾ എത്തിക്കാൻ നോക്കുക. 11 കഴിഞ്ഞിട്ട് നോക്കിക്കുക. 11 കഴിഞ്ഞാൽ 12 13 2ആണ്.
13 കഴിഞ്ഞാൽ 14, 15, 16, 17, 6, പിന്നെ 18, 19, 8. അപ്പോൾ ഇവിടെ 71, 2, അതായത് 71, 20ൻ്റെ ബ്ലോക്ക്, 71, 60ൻ്റെ ബ്ലോക്ക്, 71, 80ൻ്റെ ബ്ലോക്ക്. ഇങ്ങനെയാണ് വരാൻ സാധ്യത. അതിൽ തന്നെ അത് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം തന്നെ 71.04 അടിച്ചിട്ടുണ്ട്. 71.04 അടിച്ചിട്ടുണ്ട്. അപ്പോൾ ആ 0 അവിടെ മാറാൻ പോണത്. ആ 0 മാറുന്നത് എങ്ങനെയാണെന്നുള്ളത് നമ്മൾ പറഞ്ഞില്ലേ. 71 പിന്നെ നോക്കി നോക്കട്ടെ. 71 0 അടിച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് 71 04 അടിച്ചിട്ടുള്ളത്. 71 09 അടിച്ചിട്ടുണ്ട്. ഓക്കെ, 71 09 അടിച്ചിട്ടുണ്ട്. ഇവിടെ ആ 0 മാറിയിട്ട് എന്താണ് വരുന്നത്? 71.04 അടിച്ചിട്ടുള്ളതെങ്കിൽ 71.09 അടിച്ചിട്ടുണ്ട്. ആ 0 മാറിയിട്ട് അവിടെ 71.29 അല്ലെങ്കിൽ 24, 71.69 അല്ലെങ്കിൽ 64, 71.89 അല്ലെങ്കിൽ 71.84. ഈ നമ്പറാണ് ആ 0 മാറിയിട്ട്. കാരണം അവിടെ 3 ചാൻസ് ഉള്ളതുകൊണ്ടാണ് ആ 0 മാറിയിട്ട് 2നും 6നും 8നും അവിടെ മാറി അടിക്കുന്നത്. ആ ലാസ്റ്റ് നമ്പർ അവിടെ തന്നെ ഉണ്ടാവും. കറക്റ്റായിട്ട് ആ ബ്ലോക്കിൽ ഇങ്ങനെ പ്രൈസ് വരുന്നുണ്ട്. അതേസമയം ഒറ്റ ചാൻസാണ് കിട്ടുന്നതെങ്കിൽ ഇപ്പോൾ 71.04 മാത്രം ഒരു ചാൻസ് വരികയാണെങ്കിൽ അവിടെ സിമ്പിളാണ്, ഒന്നും നോക്കാനില്ല. 71.49, 71.44 എടുക്കാം. കാരണം അവിടെ 17ൻ്റെ ഒരു 19ൻ്റെ ഒരു പ്രൈം നമ്പർ അടിച്ചു പോയിട്ട് 19 കഴിഞ്ഞാൽ 20, 21, 22, 23 അവിടെ 4 എന്നുള്ള ഒറ്റ നമ്പറിന് ചാൻസ് ഉള്ളൂ. അപ്പോൾ ഈ 0 മാറി 4 വരുന്നത് മിക്കപ്പോഴും ഒരു ചാൻസുള്ള ബ്ലോക്കുകൾ ഇതുപോലെ കിട്ടണമല്ലോ നമുക്ക്. അപ്പോൾ 19ൻ്റെ നമ്പറിലൊക്കെ അടിച്ചിട്ട് ഉണ്ടെങ്കിൽ അന്നത്തെ ദിവസം 0 ഒരു നമ്പർ അടിച്ചിട്ടുണ്ടെങ്കിൽ ആ 0 മാറ്റി നിങ്ങൾ 4 ഇട്ടിട്ട് ആ നമ്പർ പിടിച്ചു വയ്ക്കുകയോ സെറ്റപ്പ് ആയിരിക്കും. ഇവിടെ 71 എന്ന് പറഞ്ഞ നമ്പറിൽ 3 ബ്ലോക്കിന് ചാൻസ് ഉണ്ട്. 71 20ൻ്റെ ബ്ലോക്ക്, 71 60ൻ്റെ ബ്ലോക്ക്, 71 80ൻ്റെ ബ്ലോക്ക്. അതിൽ തന്നെ ലാസ്റ്റ് നമ്പർ 71 ലാസ്റ്റ് നമ്പർ 9 അല്ലെങ്കിൽ 4 കൂടുതൽ ചാൻസ്. ഇവിടെ സുവർണ്ണ കേരളത്തിലാണ് ഇത് കിടക്കുന്നത് 11-ാം തീയതിയിൽ. പക്ഷേ 12, 13, 14 3 ദിവസത്തിൽ ഇത് വന്നിട്ടുണ്ടോ എന്നും കൂടി നോക്കണം. വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്പറിൽ മാറി വരാനാണ് സാധ്യത. വന്നിട്ടില്ലെങ്കിൽ ആ നമ്പർ അടുത്ത സുവർണ്ണ കേരളം വരെ നമുക്ക് നോക്കാൻ പറ്റും. മനസ്സിലായി? അടുത്ത ഈ വരുന്ന സുവർണ്ണ കേരളം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസമൊക്കെ ഈ ബ്ലോക്കിൽ കറക്റ്റ് ഈ നമ്പറുകൾ വന്നിരിക്കും. അപ്പോൾ അതൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കി നോക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു. നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം.